ഋതുമോളുടെ കല്യാണം മുടക്കി അതീന്ന് മുതലെടുപ്പ് നടത്താൻ നീയാണത് അയച്ചെന്ന് ഞാൻ പറഞ്ഞ എന്താ എന്താ ഇവിടെ പ്രതാപ, ഇവനാ ആ വീഡിയോ അയച്ചത്. എനിക്കിവനെ നല്ല സംശയമുണ്ട്. ഇതുപോലൊരു സംശയം രാജുനുണ്ടല്ലോ ചേച്ചി. ദീപക്കാണ് അയച്ചതെന്ന് രാജു സംശയിക്കുന്നു. അതിലൊരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നോക്കിയേ ചേച്ചി, രാജുവും ഋതികയും തമ്മിലുള്ള ആ ദൃശ്യം ഒരിക്കലും രാജുവിന് ഷൂട്ട് ചെയ്യാനാവില്ലല്ലോ. ഇവിടുത്തെ അടുക്കളയിലും ഡൈനിങ് ഹാളിലും ഷൂട്ട് ചെയ്യാൻ പുറത്തുനിന്ന് ഒരാൾക്കാവില്ലല്ലോ. അത് പ്രതാപ, നേരത്തെ തന്നെ എനിക്ക് ആ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ചെയ്തത് തെറ്റാണെങ്കിലും അതുകൊണ്ട് വേറൊരു ഗുണമുണ്ടായി. അശ്വിന്റെ തനിനിറം പുറത്തു വന്നു. ഇപ്പൊ അതറിഞ്ഞത് നന്നായി. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയേനെ. എന്നുവെച്ച് നീ ചെയ്തത് നന്നായി എന്ന് കരുതി പോരുത്. ഇത്തരം കുരുത്തക്കേടുകൾ ഇനി ആവർത്തിച്ച വച്ചേക്കില്ല നിന്നെ ഞാൻ. മോശമായ ഒരു വാക്കോ നോക്കോ ഒരിക്കലും എന്നിൽ നിന്നുണ്ടായിട്ടില്ലല്ലോ മാഡം. മാഡം യോഗ്യനായ ഒരാളെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ കഴിയുന്നത് കാണാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. രാജു, നീ എപ്പോഴും എന്നെ യജമാനത്തിയായിട്ടാണ് കാണുന്നത്. നിനക്ക് എന്നോട് ഒരു പ്രണയവും ഇല്ല. പക്ഷെ എനിക്ക് നിന്നോട് പ്രണയമാണ്. അത് ഇന്നലെ തുടങ്ങിയതല്ല. പക്ഷെ ഞാനത് തിരിച്ചറിയുന്നത് ഇന്നലെ മാത്രമാണ്. നീ അടുത്തില്ലാതിരിക്കുമ്പോ, നിന്നെ കാണാതിരിക്കുമ്പോ എനിക്കുണ്ടാകുന്ന വിഷമം, അത് പ്രണയത്തിന്റെ വിഷമമായിരുന്നു രാജു. ഇത്രയൊക്കെ അടുത്ത് കഴിഞ്ഞിട്ടും എന്താ നിനക്കൊരു വിചാരം ഉണ്ടാവാത്തത്? നിന്റെ മനസ്സെന്താ കല്ലാണോ രാജു? ഞാൻ ഒരുപാട് സൂചനകൾ തന്നിട്ടും നീ എന്താ മനസ്സിലാക്കാത്തത്? അതോ മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്തതായി ഭാവിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിന്റെ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും. അകലെ